കളർ പെൻസിൽസിൽ നമ്മൾ ഇന്ന് പ്ലാനറ്റ്സിൻ്റെ പേരുകളാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് പഠിക്കാനുള്ള എളുപ്പ വഴിയാണ് ഇത്. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് അസ് നൂഡിൽസ്. പ്ലാനറ്റ്സിൻ്റെ പേരുകൾ ഓർമ്മിക്കാൻ സഹായിക്കുന്ന വാചകം അല്ലെങ്കിൽ ഒരു ട്രിക്കാണിത്. ഇതിനെ ന്യൂമോണിക് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. ഇതിന് ഞാൻ അണ്ടർലൈൻ ചെയ്ത ഓരോ ലെറ്റേഴ്സ് കണ്ടില്ലേ, ആ ലെറ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഓരോ പ്ലാനറ്റ്സിൻ്റെയും പേരുകളുടെ ആദ്യ ലെറ്റേഴ്സ്. അപ്പോൾ നമുക്കത് ഓർമ്മിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഫസ്റ്റ് പ്ലാനറ്റ് മെർക്കുറി ഹിന്ദിയിൽ ബുധ്. അതിൻ്റെ മലയാളം ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ബുധൻ. മെർക്കുറി ഈസ് ദ ക്ലോസസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ. അടുത്തത് വീനസ്. രണ്ടാമത്തെ പ്ലാനറ്റാണ് വീനസിന് ഹിന്ദിയിൽ ശുക്ര എന്നാണ് പറയുന്നത്. അതിൻ്റെ മലയാളം ശുക്രൻ. ഏറ്റവും ചൂടുള്ള പ്ലാനറ്റാണ് വീനസ്. അടുത്തത് എർത്തിൻ്റെ ഹിന്ദി പൃഥ്വി. അതിൻ്റെ മലയാളം ഭൂമി. നമ്മുടെ ഭൂമി ജീവനുള്ള ഏക ഗ്രഹമാണ്, ഏക പ്ലാനറ്റാണ് ഭൂമി. മാർസിൻ്റെ ഹിന്ദി മംഗൽ. ഇതിൻ്റെ മലയാളം ചൊവ്വ. ചുവന്ന നിറമുള്ള ഗ്രഹമാണ് ചൊവ്വ. മാർസ്, മംഗൽ, ചൊവ്വ. അടുത്തത് ജുപ്പിറ്ററിൻ്റെ ഹിന്ദി വേർഡ് ബൃഹസ്പതി. ഇതിൻ്റെ എല്ലാം ട്രാൻസ്ലിറ്ററേഷനും കൂടെ ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മലയാളം വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹമാണ്, വലിയ പ്ലാനറ്റാണ് ജുപ്പിറ്റർ. അടുത്തത് സാറ്റേൺ. അതിൻ്റെ ഹിന്ദി ശനി. മലയാളവും ശനി എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. വളയങ്ങളുള്ള മനോഹരമായ ഒരു ഗ്രഹമാണ് ശനി, സാറ്റേൺ. അടുത്തത് യുറാനസ്. എൻ്റെ ഹിന്ദി വേർഡ് അരുൺ. മലയാളം യുറാനസ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് വശത്തേക്ക് ചാഞ്ഞ് ചുറ്റുന്ന ഒരു ഗ്രഹമാണ്. നെപ്റ്റ്യൂൺ. അടുത്ത പ്ലാനറ്റ് നെപ്റ്റ്യൂണിൻ്റെ ഹിന്ദിയിൽ ഇതിന് വരുൺ എന്നാണ് പറയുന്നത്. വരുൺ. മലയാളം നെപ്റ്റ്യൂൺ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇതിന് നീല നിറമുള്ള വളരെ ദൂരെയുള്ള ഗ്രഹമാണ് ഈ നെപ്റ്റ്യൂൺ. ഗ്രഹം എന്നാൽ പ്ലാനറ്റ് ഞാൻ ആദ്യം പഠിപ്പിച്ചല്ലോ. നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ